വാതിലിലൂടെ പുറത്തുപോയി ഒരേ ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം. എത്തിയില്ലെങ്കിൽ പണവും നഷ്ടപ്പെടും. ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും. ഞെട്ടിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അനുമോൾ പുറത്തു പോയോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡ് ബാങ്ക് വീക്ക് എന്ന് പറയുന്ന ആ ഒരു പണപ്പെട്ടി ടാസ്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ക്യാഷ് വെച്ചിട്ടുള്ളത് ഈ പറയുന്ന ബിഗ് ബോസ് വീടിന് വെളിയിലാണ്. തമിഴ് ബിഗ് ബോസിലും മറ്റുള്ള ബിഗ് ബോസുകളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാസ്ക്കാണ്. ഒരു മിനിറ്റിനുള്ളിൽ വെളിയിൽ പോയി ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് തിരിച്ച് ഉള്ളിൽ കയറണം. കയറിയില്ല എങ്കിൽ ആ ആള് ഔട്ടാണ്. തമിഴ് ബിഗ് ബോസിൽ ജാക്ലിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ പണപ്പെട്ടി എടുക്കാനായിട്ട് വെളിയിൽ പോകുന്നു. എന്നതിന് ശേഷം ആ പെൺകുട്ടി പണപ്പെട്ടി എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഔട്ട് ആകുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ കയറാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ആ ഒരു മത്സരത്തിൽ നിന്ന് ഔട്ടാകുന്നു. ഇന്ന് ഈ ബിഗ് ബോസ് വീടിന്റെ അകത്തു നിന്ന്, മലയാളം ബിഗ് ബോസ് വീടിന്റെ അകത്തു നിന്ന് 3 പേരാണ് ആ ഒരു ഈ ചാലഞ്ച് ഏറ്റെടുക്കുന്നത്. അക്ബർ, ആദില, അതോടൊപ്പം തന്നെ അനുമോള്. ഇവർ 3 പേരുമാണ് ബിഗ് ബോസ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത്. ഓടിയതിനു ശേഷം ഇവർ തിരിച്ചു കയറിയോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും അനുമോൾ തിരിച്ചു കയറിയോ എന്നുള്ള ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാൽ അനുമോൾ തിരിച്ചു കയറിയിട്ടുണ്ട്. അനുമോൾ അങ്ങും ഔട്ടായി പോയിട്ടില്ല. കാരണം ഈ ജാക്ലിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇച്ചിരി സ്ലോ ആയിരുന്നു ഓടാനായിട്ട്. പക്ഷേ അനുമോളെ സംബന്ധിച്ചിടത്തോളം, ആദിലെ സംബന്ധിച്ചിടത്തോളം, അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ ഓടുന്നവരാണ്. വീടിൽ തന്നെ ഓടി അവരെടുത്തുകൊണ്ട് വരാൻ കെപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 3 പേരും ഔട്ടാകുന്നില്ല. 3 പേരും തിരിച്ചു കയറുന്നുണ്ട്. ആ ഒരു പ്രൊമോയിൽ അങ്ങനെ കാണിച്ച് പ്രേക്ഷകരെ ഒരു ഇതാക്കുന്നതാണ്, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനകത്ത് അനുമോൾ ആ പെട്ടി എടുത്തു എന്നൊരു കാര്യം പുറത്തു വരുന്നുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ടെന്നൊക്കെ നമുക്ക് ലൈവിൽ കണ്ടറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന അനീഷ് അനുമോടെ പുറകെ നടക്കുകയാണ്, ഈ ലവ് കോംബോ ഉണ്ടാക്കാൻ നടക്കുകയാണ്. അനീഷിന്റെ ഗ്രാഫ് താഴുകയാണ്. അനീഷ് അങ്ങ് മാമൻ കളിക്കുകയാണ്. അനീഷ് വെറും ഒരു പന്ന ഗെയിം കളിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനീഷിന്റെ ഗ്രാഫ് ഒരിക്കലും താഴാനുള്ള സാധ്യത ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെയാണ് നമുക്ക് ഓരോരുത്തർക്കും കാണാനായിട്ട് സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ അനീഷും അനുമോളും എന്ന് പറയുന്ന 2 വ്യക്തികൾ, അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവങ്ങളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു നാട്ടുംപുറത്തുകാര്, അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹമുണ്ട്, പരസ്പര സ്നേഹമുണ്ട്. അവർ പറയുന്നത് ഗെയിം കളിച്ച് അങ്ങനെ തറുത്ത് അങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ ഉണ്ടാക്കണം, മറ്റു പേരുള്ളവരുടെ കുതികാല് വെട്ടണം എന്നൊന്നും ചിന്തിക്കുന്നവരല്ല 2 പേരും. അവർ ആ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്നു. അന്നേരം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും അവർ നേരിടുന്നു. അത് ചിലപ്പം അവർക്ക് ഹേറ്റ് ആവാം. അപ്പോൾ അവർക്ക് ഇമോഷണലി പലപ്പോഴും പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അങ്ങനെ പലതും അവർക്കുണ്ടായിട്ടുണ്ടാകാം. അതൊക്കെയാണ് അവർ അവിടെ ചെയ്തു കൂട്ടുന്നത്. അല്ലാതെ ഈ പറയുന്ന അനീഷ് അനുമോടെ പുറകെ നടന്ന് അങ്ങ് ഫൂളായി പോകുന്നു, കോമാളിയായി പോകുന്നു എന്നൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് തോന്നുന്നില്ല അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോമാളിയായി പോകുന്നു. എനിക്ക് തോന്നുന്നില്ല. അവിടെ അനീഷിന്റെ ഗ്രാഫ് ഉയരത്തേ ഉള്ളൂ. കാരണം അനുമോളെ കൂട്ടം കൂടി എല്ലാവരും ആക്രമിച്ച സമയത്ത് അനുമോളെ ചേർത്ത് പിടിച്ച ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. പലരും പറയുന്നുണ്ട് അതിനകത്ത് വ്യത്യസ്തമായി നിൽക്കണം, അതുകൊണ്ടാണ് എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കപ്പെടുമെന്നൊക്കെ പലരും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഓരോരുത്തരെയും വ്യത്യസ്തരായി നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനീഷായിട്ടല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എവിടെ സത്യമുണ്ടോ അവിടെ ഈ പറയുന്ന അനീഷ് ഇടപെടുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ സാബുമോൻ തന്നെ പറഞ്ഞല്ലോ വ്യത്യസ്തമായി നിൽക്കണം, വ്യത്യസ്തമായി നിന്നാൽ മാത്രമേ പലരും ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഈ പറയുന്ന സാബുമാൻ പറഞ്ഞിരുന്നു. ഈ സാബുമാനെ ബിഗ് ബോസ് വീട്ടിലുള്ള അക്ബർ, ആദില, അതോടൊപ്പം തന്നെ നൂറ, നെവിൻ ഇവരൊക്കെ കളിയാക്കുകയാണ്. ഈ ഷാനവാസ് അടക്കം എന്തെന്നറിയാമോ, നരിമാനോ അങ്ങനെ കണ്ട് പറഞ്ഞ നരിനാറിയോ അങ്ങനെ കണ്ട് പറഞ്ഞ് കളിയാക്കുന്നു. അനീഷ് പറഞ്ഞു, അങ്ങനെ കളിയാക്കല്ലേ നെവിൻ, അത് ചെയ്യരുത്, അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ല എങ്കിൽ അത് ചെയ്യരുത്, അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താ സാബുമാനെ, ഇത് വ്യത്യസ്തമായി നിൽക്കാൻ വേണ്ടിയാണോ, അതോ നിനക്ക് വിഷമമാകുമെന്ന് കണ്ടോണ്ട് അനീഷ് അവിടെ ഇടപെട്ടതല്ലേ? അല്ലേ സാബുമാൻ? അവിടെയുള്ള മത്സരാർത്ഥികൾ, എന്റെ വീഡിയോ കാണുന്ന ഈ പറയുന്ന അനീഷ് കാണിച്ചത് കോമാളിയാണെന്ന് പറയുന്നവരെ ആണോ? അല്ല, അനീഷിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു മനുഷ്യനെ അവന്റെ ഇഷ്ടമില്ലാതെ അവനെ കോമാളിയാക്കി അല്ലെങ്കിൽ അവന്റെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കുന്നത് അനീഷിന് ഇഷ്ടമല്ല. അത് ഈ പറയുന്ന സാബുമാനും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അനീഷ് അവിടെ ഇടപെട്ടത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ അനീഷ് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് എന്തോ ഇതായിട്ട് തോന്നും എന്ന രീതിയിലാണെന്ന് ഈ പറഞ്ഞ സാബുമാൻ തന്നെ ഇപ്പോഴൊന്ന് ചിന്തിച്ച് വിലയിരുത്തി നോക്കിയാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ പറയുന്ന സാബുമാനെ കളിയാക്കി അവരുടെ കൂടെ നിന്ന് സാബുമാനെ അനീഷും കളിയാക്കണമായിരുന്നോ? അപ്പം നന്നായിരിക്കുമോ സാബുമാൻ? നന്നായിരിക്കുമോ?
ഇതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഇവിടെ അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ട് ആ പെൺകുട്ടി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിലാക്കി തിരിച്ച് അതിനെ മാറ്റി ആദിലെ നൂറ എന്ന് പറയുന്ന ആ രണ്ട് വിഷജന്തുക്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഓരോരുത്തരും മനസ്സിലാക്കിക്കൂ, അനുമോൾ ചെയ്ത തെറ്റെന്താണ്. അന്നേരം ആ ഒരു പയർ മാറ്റി വെച്ചു. പിന്നെ അനുമോടെ ഭാഗത്ത് ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ വിളമ്പണം എന്നൊക്കെ പറയുന്ന ചില പിടിവാശികൾ, വീട്ടിൽ കാണിക്കുന്ന പിടിവാശികൾ, അതാണ് അനുമോക്കുള്ള ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് വീടിന്റെ അകത്ത്. അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വേറൊരു രീതിയിലാക്കി ആ പെൺകുച്ചി എന്തോ ഒന്നാണ് ഈ പറയുന്ന നെവിൻ അങ്ങ് നല്ല ഗെയിമറാണെന്നൊക്കെ പറഞ്ഞിപ്പോ വരുത്തുന്നുണ്ട്. എന്ത് ഗെയിമറാണ്? ഒരു ഗെയിമറൊന്നും അല്ല ഈ പറയുന്ന നെവിൻ. എന്താ പറയാ, ഒരു മനസാക്ഷിയുള്ള മനുഷ്യനുമല്ല. മനസാക്ഷിയുള്ള മനുഷ്യരാണെങ്കിൽ ആ കിട്ടുന്ന ഫുഡേലും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കും. ഈ പറയുന്ന കള്ളനായിട്ടുള്ള നെവിൻ എന്ത് അർഹതയാണ് ആ ബിഗ് ബോസ് കപ്പ് നേടാനായിട്ടുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഏത് രീതിയിലാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ. ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നവനാണോ ഈ കപ്പ് കിട്ടേണ്ടത്? പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ നെവിൻ എന്തുവാ പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങ് നിൽക്കുകയാണെന്ന്. പുറത്ത് ഈ പറയുന്ന നെവിൻ കട്ടു തിന്നുന്നവനായിരുന്നോ? ഈ പറയുന്ന സീസൺ 2 മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ രജിത് കുമാർ, പുള്ളി പറയാണ് നെവിനാണ് നല്ല ഒറിജിനൽ മാൻ, ഈ പറയുന്ന അനുമോളും അനീഷും ഒന്നും അല്ല, ഈ പറയുന്ന ഈ നെവിൻ വോട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഈ പുള്ളി ഏത് രീതിയിലാണ് ഈ പറയുന്നത്? എടാ, മറ്റൊരുത്തന്റെ മുതൽ അല്ലെങ്കിൽ മറ്റൊരുത്തന് കിട്ടേണ്ട ഫുഡ് അടിച്ചു മാറ്റി തിന്നുന്നവൻ എന്തും മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? ഇവൻ പുറത്തപ്പോ എങ്ങനെയാണ്? അത് നിങ്ങളെ ചിന്തിക്ക്. എന്നിട്ട് ഈ പറയുന്ന വാചം അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നെവിനോട് കാണിച്ച ഈ ഒരു ക്രൂരത ഉണ്ടല്ലോ, ഈ മണി ടാസ്കിന്റെ അകത്ത് അവനെ മാറ്റി നിർത്തിയത്, അതിനോട് കൂടുതലായിട്ട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല. പക്ഷെ അവന് വേറെ എന്തെങ്കിലും പണിഷ്മെന്റ്, ഇതൊരു വലിയ പണിഷ്മെന്റ് ആയി പോയി എന്നൊരു തോന്നലുണ്ട്. കാരണം അവനെ ഗെയിമിൽ നിന്നും മാറ്റി നിർത്തിയ ആ ഒരു സംഭവം. പക്ഷേ അവന്റെ കയ്യിലും തെറ്റുണ്ട്. അവൻ കാണിച്ച പോക്കറി തരത്തിന് അവന് കിട്ടേണ്ടതാണ്. പക്ഷെങ്കിൽ പോലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു അനുകമ്പയുണ്ട് ഈ പറയുന്നതിനെ മാറ്റി നിർത്തിയത് കൊണ്ട്. പക്ഷെ ഇവൻ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതൊരിക്കലും മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. പിന്നെ അനുമോളെ ഈ പറയുന്ന അനീഷ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അനീഷ് കോമാളി ആയൊന്നും മാറില്ല. ഈ അനുമോളുടെ ബെഡിലേക്ക് നെവിൻ വെള്ളം ഒഴിച്ചപ്പോൾ അനുമോള് മാറിപ്പോയി കിടന്നത് ആ ബെഡിൽ, അതായത് അനുമോള് കിടന്ന ആ ഒരു ബെഡിൽ അനുമോക്ക് കിടക്കണമെന്ന് തോന്നുന്നു. അല്ല, അനുമോൾ ആ ബെഡിൽ നിന്ന് മാറുന്നതായിട്ട് അനുമോക്ക് ഇഷ്ടമല്ല. അനീഷ് പറഞ്ഞു വേറെ ബെഡിൽ പോയി കിടക്കുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് കിടക്കണ്ട, പുള്ളിക്കാരി വേറെ സ്ഥലത്ത് പോയി കിടന്നു. അതിനിപ്പോ എന്താ കുഴപ്പം? അവിടെ ഈ അനീഷ് ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നു, അതിനിപ്പോ എന്താ തെറ്റ്? ഈ പറയുന്ന ആദിലെ നൂറേയും ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ തെറ്റ് വരില്ലേ? പോട്ടെ, ഷാനവാസാണ് ബ്ലാങ്കറ്റ് കൊണ്ട് കൊടുക്കുന്നെങ്കിൽ അത് തെറ്റ് വരില്ലേ? അനീഷ് കൊണ്ട് കൊടുത്തപ്പോ എന്തോ അനീഷ് കോമാളിയായിട്ടാണ് കൊണ്ട് കൊടുത്തത്. അവന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് അവൻ കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഓരോ നിമിഷങ്ങളിൽ ഈ പറയുന്ന പെങ്കൊച്ചിനെ അടിച്ചിരുത്താൻ നോക്കുമ്പോൾ നൂറയൊക്കെ എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന അനുമോളെ പറഞ്ഞത്? ആദിലെ എന്താണ് വിളിച്ചത്? ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന അനീഷ്, ആ സംഭവം നേരിട്ട് കണ്ട അനീഷ് അനുമോടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കണ്ടോണ്ടാണ് അനുമോടെ കൂടെ നിന്നത്. ഇതുപോലെ ഷാനവാസിന്റെ കൂടെ നിന്നിട്ടുണ്ട്, നെവിന്റെ കൂടെ നിന്നിട്ടുണ്ട്, അവിടെയുള്ള അക്ബറിന്റെ കൂടെ, എല്ലാവരുടെയും കൂടെ ഓരോ പ്രാവശ്യം ഈ സത്യം അറിഞ്ഞ് അനീഷ് നിന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന അനീഷ് കാണിക്കുന്ന ഇതൊക്കെ ഒരു ഡ്രാമയാണ്, ഒരു ലവ് ട്രാക്ക് പിടിക്കുകയാണ്, ഈ അവസാന ഘട്ടത്തിൽ കോമാളിയാകുകയാണ് എന്നൊന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അനീഷിന് വോട്ട് കൊടുക്കാൻ നിശ്ചയിച്ചവർ അനീഷിന് വോട്ട് കൊടുക്കൂ, അനുമോക്ക് വോട്ട് കൊടുക്കാൻ നിശ്ചയിച്ചവർ അനുമോക്ക് വോട്ട് കൊടുക്കൂ. എനിക്ക് ഈ പറയുന്ന അനീഷ്, അനുമോൾ, ഷാനവാസ്, ഈ 3 പേരിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഷാനവാസിനെക്കാട്ടിലും ഞാൻ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഈ 2 പേരാണ്, അനുമോളും അനീഷും. ഇവർ 2 പേരും ജയിച്ചാൽ എനിക്കിഷ്ടം തന്നെയാണ്. ഇന്നലെ പറഞ്ഞ ഒരു ടാസ്കിന്റെ ഇടയിൽ അനീഷ് പറഞ്ഞിരുന്നു, അതായത് ഈ വിന്നറിന്റെ പൈസ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച്. അതായത് ഇപ്പൊ മണി ബോക്സ് ടാസ്ക് ഉണ്ടല്ലോ, അതിന്റെ അകത്ത് കൊടുക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ബിഗ് ബോസ് ചോദിച്ച സമയത്ത് അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബിഗ് ബോസ്, ഈ പറയുന്ന വിന്നർക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് കൊടുത്തുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കത് ശരിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ വിന്നറിന് മാത്രം ഒരു പ്രിവിലേജ് കിട്ടുന്ന ഒരു അവസരമാണ് ഉണ്ടാകാറുള്ളത്. അവരുടെ പേരുകൾ മാത്രമേ മുഴങ്ങിക്കേൾക്കാറുള്ളൂ. എന്നാൽ അവിടെ മത്സരിച്ച മറ്റു മത്സരാർത്ഥികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ ഒരു പൈസ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെ അനുമോളും പറയുന്നു. പ്രോത്സാഹന സമ്മാനമായിട്ട് കൊടുക്കുന്നതുകൊണ്ട്, അത് വിന്നറിന്റെ കാശിൽ നിന്ന് കൊടുത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ബാക്കിയുള്ള എല്ലാവന്മാരും, അക്ബർ പറയുന്നു കൊടുക്കണ്ട വിന്നറിന്റെ പൈസ വിന്നറിന്, നെവിൻ പറയുന്നു പിന്നെ ടാക്സ് സഹിതം ബിഗ് ബോസ് കൊടുത്തു എന്ന രീതി പറയുന്നു, ആദില പറയുന്നു അത് വേണ്ട വിന്നറിന്റെ പൈസ വിന്നറിന്, നൂറ പറയുന്നു വിന്നറിന്റെ പൈസ വിന്നറിന്, സാവുമൻ പറയുന്നു വിന്നറിന്റെ പൈസ വിന്നറിന്. എന്നാൽ ഷാനവാസ് പറയുന്നു 7ന്റെ പണി ആയതുകൊണ്ട് തന്നെ ഈ പൈസ ഇന്ന് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നു. ഇവര് 3 പേരുമാണ് വ്യത്യസ്തമായി
അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്തെന്ന് ഈ പറയുന്ന പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അവർ പറയുന്നത് അവർക്ക് കിട്ടിയാലോ ആർക്ക് കിട്ടിയാലോ അതിന്റെ ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവരുടെ മനസ്സിൽ തൊട്ടുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഏത് മത്സരത്തിന് പോയാലും ഈ പിന്നിൽ പോകുന്ന അല്ലെങ്കിൽ പുറകിലോട്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം വിട്ട് ബാക്കി വരുന്ന ഒരു മത്സരാർത്ഥികൾക്കും ഒന്നും കിട്ടാറില്ല. അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം എന്തെങ്കിലും ഒന്ന് കിട്ടണേന്ന്. ഇവിടെ 8 പേർക്കും അതിൽ നെവിന്റെ ആ ഒരു ഇത് കാരണമാണ് നെവിന് കിട്ടാഞ്ഞത്. എങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു തുക കിട്ടി. അവർക്കും പറയാം മണി ബോക്സ് ടാസ്കില് ഞങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ഇത് നേടിയിട്ടുണ്ടെന്ന്. അത് സത്യം തന്നെയല്ലേ? അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ടാസ്ക് തന്നെയാണ്. കാരണം മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവൻ എടുത്തോണ്ട് ഓടുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാവർക്കും ഇത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും, എല്ലാവർക്കും കിട്ടും. അത് വിന്നർക്കും കിട്ടാം, അല്ലെങ്കിൽ മറ്റേ ഫസ്റ്റ് കിട്ടിയവർക്കും സെക്കൻഡ് കിട്ടിയവർക്കും തേർഡ് കിട്ടിയവർക്കും എല്ലാം കിട്ടാം. ഇപ്പൊ പറയുന്ന അക്ബറിന് ഇതുവരെ ആയിട്ട് 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ നൂറയ്ക്ക് ഇന്നലെ 3,50,000 രൂപ കിട്ടി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടാസ്കുകളിൽ വിജയിച്ചത് കൊണ്ട് അതിന്റെ കൂടെ പ്ലസ് ആയിട്ട് കുറച്ച് പൈസ കൂടെ കിട്ടിയിട്ടുണ്ട്. ആദിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്, നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അനീഷിന് കിട്ടിയിട്ടുണ്ട്. അനീഷിന് ഇതുവരെ ആയിട്ട് 15,000 രൂപയോളം കിട്ടിയിട്ടുണ്ട്. ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്, അനുമോക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക് കൊണ്ടുവന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലേക്ക് വിചാരിച്ചിരുന്നത് പണപ്പെട്ടി വരുന്നു, ഞാൻ എടുക്കുന്നു, ഓടുന്നു, സ്വന്തം കാര്യം സിന്താബ. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടാസ്ക് നല്ലതാണ്. പിന്നെ ഇന്നലെ 3.5 ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് വെച്ചിരുന്നു. അതായത് ഏറ്റവും കൂടിയ പൈസ വെച്ചൊരു ടാസ്ക്, രക്ഷയുദ്ധം എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് അവസാനം എത്തിയത് അക്ബറും നൂറയുമാണ്. ആ ഒരു ടാസ്കിൽ അക്ബർ ആയിരുന്നു വിജയിക്കാൻ സാധ്യത കൂടുതൽ. കാരണം ഈ പറയുന്ന ബോക്സ് എടുത്തുകൊണ്ട് പോയി ഡസ്റ്റ്ബിന്നിൽ ഇടുമ്പോൾ ആ വ്യക്തി ഔട്ട് ആവുകയും അവസാനം വിജയിക്കുകയും ചെയ്തു. എന്നാൽ അവസാനം വരുമ്പോൾ ബിഗ് ബോസ് അവിടെ ട്വിസ്റ്റ് കൊണ്ടിരുന്നുണ്ട്. നൂറെ അതോടൊപ്പം തന്നെ അക്ബർ ഇത് വോട്ടിലൂടെ തെരഞ്ഞെടുക്കാൻ പറയുന്നു. ആ സമയത്ത് എല്ലാവരും വോട്ടിട്ടത് നൂറയ്ക്ക് തന്നെയാണ്. അത് ബിഗ് ബോസിന് അറിയാം ഏറ്റവും കൂടുതൽ വോട്ട് ഈ പറയുന്ന നൂറയ്ക്ക് വീഴത്തുള്ളൂ എന്ന്. അക്ബറിനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, നൂറയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താ പറയുക വീട്ടുകാർ പോലും സപ്പോർട്ട് ഇല്ലാതെ മാറി നിൽക്കുന്ന ആദില, നൂറ എന്നിവർക്ക് പൈസ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. അത് ഈ പറയുന്ന അനീഷ് തന്നെ ആദ്യം പോയി വോട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നു. അനീഷ് അവിടെ പോയി അനീഷിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെയാണ് ഒരു ഗെയിം എന്ന് പറയുന്നത്. അനീഷ് പോയി ആരും പോകാൻ അങ്ങോട്ട് എന്താ പറയാ അങ്ങോട്ട് വിസമ്മതിക്കുമ്പോൾ അനീഷ് പോയി അവിടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അനീഷ് പറയുന്നു ഇതുപോലെ അവിടെ കളിച്ചത് ആദില, നൂറ, പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അക്ബറുമാണ്. ആദിലയ്ക്ക് നൂറയ്ക്കും വേണമെങ്കിൽ അവർക്ക് ഒന്നായി നിന്നുകൊണ്ട് അക്ബറിനെ പുറത്താക്കാമായിരുന്നു. എന്നാൽ ഈ പറയുന്ന അക്ബറും നൂറയും പറഞ്ഞു വെച്ച പ്രകാരം അവര് പരസ്പരം ചതിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു ഫെയർ ആയിട്ട് കളിച്ചത് കൊണ്ട് ഞാൻ ഈ പറയുന്ന നൂറയ്ക്ക് വോട്ട് കൊടുക്കുന്നു എന്നാണ് അനീഷ് പറഞ്ഞത്. അതിനെ തുടർന്ന് എല്ലാവരും ഈ നൂറയുടെ പേര് പറയുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയായിരുന്നു ഇന്നലെ ഈ പറയുന്ന നൂറയ്ക്ക് ആ ഒരു തുക കിട്ടിയത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അവർക്ക് ഒരു വിരോധാഭാസം എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് വിജയിച്ച അക്ബർക്ക് ഒരു എന്താ പറയുക അൽഫാം കൊടുത്തു. ആ അൽഫാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഈ നെവിൻ പോയി കഴിക്കുകയായിരുന്നു. അപ്പൊ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനുമോൾ അവിടേക്ക് വരുന്നു. അനുമോളുമായിട്ട് ഈ പറയുന്ന നെവിൻ ഇതുവരെ ഉണ്ടായ വിഷയങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് അവർ കെട്ടിപ്പിടിച്ച് അത് വിഷയം അവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ആദില, നൂറ ഇവർ ഈ പറയുന്ന അനുമോക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇന്നലെ ഈ പറയുന്ന അനുമോളെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് ചോദിച്ചു എന്ത് പറ്റി, എന്താണ്. അപ്പൊ അനുമോൾ അവിടെ നിന്ന് കരയുന്നുണ്ട്, വിഷമങ്ങൾ പറയുന്നുണ്ട്. ബിഗ് ബോസ് ഇതെല്ലാം കാണുന്നില്ലേ, ഞാൻ PR ന്റെ ബലത്തിലാണോ ബിഗ് ബോസ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് യോഗ്യതയില്ലാത്ത ആളെ ഇവിടെ പ്രേക്ഷകർ ഇരുത്തുമോ എന്നുള്ള കാര്യമൊക്കെ ബിഗ് ബോസ് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ എന്താ പറയാ ഊർജ്ജം കിട്ടി വെളിയിൽ വരുന്ന സമയത്ത് അനീഷ് അവിടെ ചോദിക്കുന്നുണ്ട് എന്താണ് ബിഗ് ബോസ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവസാന സമയമാണ്, എല്ലാവരുമായിട്ട് സംസാരിച്ചും എല്ലാം ഒന്ന് സഹകരിച്ചൊക്കെ നിൽക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അനുമോള്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അനുമോള് പറയുന്നു ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നതെന്നും അനുമോൾ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ അനുമോള് വെളിയിൽ ഈ പറയുന്ന ഊഞ്ഞാലയിലിരുന്ന് ആടുകയാണ്. പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമമാണ്. ഈ പറയുന്ന കൂട്ടുകാരികളാണല്ലോ, സ്വന്തം എന്താ പറയാ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കണ്ട രണ്ടെണ്ണം. ഇവരെ ഈ ചതിച്ചത് പുള്ളിക്കാരിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഇവരുടെ വായിൽ നിന്ന് വന്ന പല കാര്യങ്ങളും ഈ പുള്ളിക്കാരിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുമില്ല. ഈ പറയുന്ന അനുമോൾ അവിടെ ഇരുന്ന് ഊഞ്ഞാലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവങ്ങള് വെളിയിലോട്ട് വന്നിട്ട് പറയുകയാണ് എവിടെ പോയി, ഊഞ്ഞാലയിലേക്ക് മാറി, ഇനിയിപ്പോ അനീഷ് വന്ന് പുതപ്പിച്ചു കൊടുത്താൽ മാത്രമേ വന്ന് കിടക്കത്തുള്ളൂ എന്ന രീതിയിലൊക്കെ പറയുകയാണ് ഇതുങ്ങള്. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കിയേ. ഞാൻ വിചാരിച്ചു സോഫയുടെ പുറകെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും, അനീഷ് വന്ന് വീണ്ടും പുതപ്പിക്കാനായിരിക്കുമെന്ന്. എന്ത് ഇവരുടെ വായിന്ന് വീഴുന്നതേ എന്ത് വർത്തമാനമാണെന്ന് പ്രേക്ഷകരെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. ലക്ഷ്മി പറഞ്ഞത് എനിക്ക് ഓരോ ദിവസം ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യമായിട്ട് തോന്നുന്നുണ്ട്, സത്യം പറഞ്ഞാൽ. പിന്നെ
ഈ വന്ന ഒരു പ്രൊമോ ഉണ്ടല്ലോ, ഈ അനുമോളും ഈ അക്ബറും അതോടൊപ്പം തന്നെ ആദിലേക്ക് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്ന ആ ഒരു പ്രൊമോ, അതിനകത്ത് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, അനുമോള് ഈ പറയുന്ന ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും അനുമോള് തിരിച്ചു വന്നോ വന്നില്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. അനുമോളെ പുറത്താക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊരു രീതിയിലൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അകത്ത് ബിഗ് ബോസിന്റെ ഒരു കളിയുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിലെ നൂറേയും കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് അവർ കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളും ഇതിന്റെ അകത്ത് ഉള്ള സത്യം തന്നെയാണ്. ഈ പറയുന്ന അക്ബറിന് ഒരു ട്രോഫി എന്നുള്ള ഇവിടെ നടക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാങ് കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും